ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗ്രിൽ ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള മാരിനേഷനാണ്. എന്നാൽ തന്നെ അടിപൊളി ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഫ്ലേവറുള്ള അടിപൊളി ഗ്രിൽ ഫിഷാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്തത്, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ഒരു ഹാഫ് ലെമൺ നാരങ്ങ, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലീസ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഗ്രീൻ ചില്ലീസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഇതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊരു പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. നമുക്ക് അതിലോട്ട് മസാലപ്പൊടികൾ കൂടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ തന്നെ എരിവിന് അനുസരിച്ച് ചില്ലി പൗഡർ, അതുപോലെ തന്നെ പെപ്പർ പൗഡർ, ഇനി കുറച്ച് കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടിയും കൂടി ചേർക്കുക. കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം. അത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഫിഷ് എന്ന് പറഞ്ഞാൽ റെഡ് സ്നാപ്പറാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ മസാലയൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ട് അതിൽ പിടിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ നന്നായിട്ട് അടിച്ച് വെച്ച ആ ഒരു തിക്ക് പേസ്റ്റ് ആയിട്ടുള്ള മസാലക്കൂട്ട് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 1 or 2 hours നമ്മൾ എന്തായാലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെച്ചാൽ തന്നെ അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ നമ്മളിതിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ്റെ ആ ഒരു ട്രേയിലോട്ട്, ആ സ്റ്റാൻഡിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മീൻ അതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓവനിൽ ഓൾറെഡി ഗ്രില്ലിൻ്റെ ഓപ്ഷനിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. 15 to 20 minutes ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഓവൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 20 minutes വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു 10 minutes ഒക്കെ ആകുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ 2 സൈഡൊന്നും ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഗ്രിൽ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ മുകളിലോട്ട് ആ നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞ് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. നല്ല അടിപൊളി ഫ്ലേവറാണ്. കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.